എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വല്ല തെറ്റുകളും ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ വല്ല റിമാർക്സ് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരം നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ തെറ്റായിട്ട് അപ്ലോഡ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് മാറിപ്പോയിട്ടുള്ളതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് പോർട്ടലിൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ലോഗിൻ പോർട്ടലിൽ ഇതിനകം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂലൈ 14-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ, അതായത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പേജിൽ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെയും ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഈ ഒരു ഡീറ്റെയിൽസുകൾ വരണം എന്നില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ വരിക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റിൽ തെറ്റ് വന്നിട്ടുള്ളതോ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം നാളെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം പിന്നീട് 15-ന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ AMCS FNCK, അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നഴ്സിംഗ് കോളേജുകളാണ്. ഏകദേശം 35ഓളം കോളേജുകളാണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു PNCMAC പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷന് കീഴിൽ വരുന്ന കോളേജാണ്. ടോട്ടൽ ഏകദേശം 48ഓളം കോളേജുകളാണ് ഇതിന് കീഴിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBSY അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട്, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ AMCS FNCK വഴി നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 15 വരെയും PNCMAC വഴി ജൂലൈ 17-ാം തീയതി വരെയുമാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ്, അതായത് LBS സെൻറ്റർ വഴി നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലായാലും മാനേജ്മെൻറ്റ് സീറ്റിലായാലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 1,13,000 രൂപയാണ് ആദ്യ വർഷം വരിക. പിന്നീട് രണ്ടാം വർഷം മുതൽ ഏകദേശം 1,02,000 രൂപയാണ് ഫീസിനത്തിൽ വരിക. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു AMCS FNCK അതുപോലെ PNCMAC വഴി അപ്ലൈ ചെയ്യുന്ന, അതായത് ഈ ഒരു LBSY സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ കിട്ടുന്ന SC ST OEC വിദ്യാർത്ഥികൾക്ക് 1000 രൂപ മാത്രമാണ് ആകെ ഫീസ് വരുന്നത്. അപ്പോൾ മെറിറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫീ കൺസെഷൻ വരുന്നത്. അതുപോലെ CPAS വഴിയും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു SC ST അതുപോലെ OEC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, അതുപോലെ OBC വിദ്യാർത്ഥികൾ എന്നിവർക്ക് എല്ലാവർക്കും സെയിം ഫീസായിരിക്കും ഈ ഒരു PNCMACലോ AMCS FNCKലോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ ഫീ കൺസെഷനും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫീ കൺസെഷൻ ഇല്ലാതെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ AMCS FNCKയോ PNCMACയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് AMCS FNCKയുടേത് ജൂലൈ 15-ഉം അതുപോലെ PNCMACൻ്റേത് ജൂലൈ 17-ാം തീയതി വരെയുമാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു 15ഓളം കോളേജുകളാണ് AMCS FNCKയിലും PNCMACലും നൽകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന കോളേജുകൾ, അതായത് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോളേജുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു AMCS FNCKയോ PNCMACയോ നിങ്ങൾ അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊണേഷൻ ഒന്നും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ സാധാരണ സെൽഫ് ഫിനാൻസിലുള്ള ഗവൺമെൻറ് അംഗീകരിച്ച ഫീസ് തന്നെ വിദ്യാർത്ഥികൾ നൽകേണ്ടതായിട്ട് വരും. ഈ ഒരു AMCS FNCKയോ PNCMACയോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് LBS വഴിയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ 23,170 രൂപയാണ് ഫീസ് ആകെ ഏതൊരു വിദ്യാർത്ഥിക്കും വരുന്നത്. SC ST OEC വിദ്യാർത്ഥികൾക്ക് ആകെ 1000 രൂപ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് ഈ ഒരു SC ST OEC വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതെങ്കിലും ഇതേ രീതിയിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു മെറിറ്റ് മാനേജ്മെൻറ്റ് സീറ്റായിരുന്നാലും അതുപോലെ SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, ഫീ കൺസെഷനുള്ള OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിൽ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ ഒരു, അതായത് 1,13,000 രൂപയാണ് ഫീസ് വരുന്നത്. LBS വഴി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് ആ ഒരു ഫീസും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല, അതായത് AMCSFNCക്കോ PNC-MACOയോ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട്, അതായത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ ആ ഒരു സെൽഫ് ഫിനാൻസിൽ ഫീസിൽ, അതായത് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെയുള്ള 1,13,000 രൂപ ഒരു വർഷം വരുന്ന രീതിയിലുള്ള ഫീസിൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷിക്കുക. LBS വഴി ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഇനി റാങ്ക് ലിസ്റ്റ് വരികയും അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകൾ, അതായത് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരുന്ന ഡോക്യുമെൻറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റിമാർക്സോ അറിയിപ്പുകളോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു തെറ്റുകൾ നിങ്ങൾക്ക് പരിഹരിച്ച്, അതായത് നാളെ വൈകുന്നേരം വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 14 വരെയാണ് ഈ ഒരു ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുള്ളത്. പുതിയ ക്ലെയിമുകൾ പരിഗണിക്കുന്നതല്ല. അതുപോലെ AMCSFNCയോയോ PNC-MACOയോ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷിക്കുന്ന സമയത്ത് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഡീറ്റെയിൽസ് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.